1993 ജൂലൈ 29 മലപ്പുറം ജില്ലയിലെ എടപ്പാളിലെ വീട്ടിൽ നിന്ന് ഒരു പ്രഭാഷണത്തിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിറങ്ങിയതാണ് ചേക്കന്നൂർ മൗലവി. എന്നാൽ അദ്ദേഹം പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല. കേരളത്തിലെ ഏറ്റവും ദുരൂഹമായ മിസ്സിംഗ് കേസുകളിൽ ഒന്നിന്റെ തുടക്കം അവിടെയായിരുന്നു. മൗലവി ഒരു സാധാരണ മതപണ്ഡിതനായിരുന്നില്ല. ഇസ്ലാമിക വിശ്വാസങ്ങളെക്കുറിച്ച് പരമ്പരാഗത നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പിന്തുണച്ചവരുമുണ്ടായിരുന്നു, അതുപോലെ ശക്തമായി എതിർത്തവരും. ഒരു മതപ്രഭാഷണത്തിനുള്ള ക്ഷണം ലഭിച്ച ശേഷമാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, മൗലവിയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. കേരള പോലീസും പിന്നീട് CBIയും കേസ് അന്വേഷിച്ചു. അന്വേഷണത്തിനിടെ ചിലരെ അറസ്റ്റ് ചെയ്തു. CBIയുടെ കണ്ടെത്തൽ പ്രകാരം മൗലവി തട്ടിക്കൊണ്ടുപോകപ്പെടുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തിരിക്കാമെന്നാണ് സംശയിച്ചത്. പക്ഷേ ഈ കേസിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം മറ്റൊന്നാണ്. ഇന്ന് വരെ ചേക്കന്നൂർ മൗലവിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹം മരിച്ചുവെന്ന് പലരും വിശ്വസിക്കുന്നു. പക്ഷേ അത് തെളിയിക്കാൻ ഒരു മൃതദേഹമോ വ്യക്തമായ തെളിവോ ഇന്നും ലഭിച്ചിട്ടില്ല. 2018 ഹൈക്കോടതി പ്രധാന പ്രതിയെ വെറുതെ വിട്ടു. കാരണം മൗലവിയുടെ മരണം പോലും നിയമപരമായി തെളിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 30 വർഷത്തിലേറെയായി കേരളം ഇന്നും അതേ ചോദ്യം ചോദിക്കുകയാണ്. ചേക്കന്നൂർ മൗലവിക്ക് അന്ന് രാത്രി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അദ്ദേഹം കൊല്ലപ്പെട്ടു, അതോ ഇന്നും ജീവനോടെ ഉണ്ടോ എന്നത് വ്യക്തമല്ല.